ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോ സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ +1 സെറ്റ്സിൻ്റെ ബാലൻസ് ആണ് പഠിപ്പിക്കുന്നത്. നമ്മളവിടെ യൂണിയൻ, ഇൻ്റർസെക്ഷൻ തുടങ്ങിയ പ്രോപ്പർട്ടീസൊക്കെ പഠിച്ച് നിർത്തിയേക്കുവാണ്. അതിൻ്റെ ബാലൻസാണ് കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ്. ഇതും സെറ്റ്സിനകത്തുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഒരു ഓപ്പറേഷനാണ്, പ്രോപ്പർട്ടിയുള്ള ഒരു ഓപ്പറേഷനാണ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോംപ്ലിമെൻ്റ് എന്തുവാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ലെറ്റ് ക്യാപിറ്റൽ യു ഈസ് ഈക്വൽ ടു സെറ്റിനകത്ത് 1 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. എ എന്ന് പറഞ്ഞാൽ 1, 3, 5, 7, 9. നമുക്ക് എ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. എ കോംപ്ലിമെൻ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കിക്കേ. എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിലുള്ളതും എന്നാൽ എക്കകത്ത് ഇല്ലാത്തതും, അതായത് ഈ യൂണിവേഴ്സൽ സെറ്റിനകത്ത് ഉള്ള എലമെൻറ്റ്സ് എന്നാൽ എയിലില്ലാത്തത്, അങ്ങനെയുള്ള എലമെൻറ്റ്സിനെയാണ് നമ്മൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. നോക്കിക്കേ, യൂണിവേഴ്സൽ ഈ 1, 3, 5, 7, 9 എന്ന് പറയുന്നതാണല്ലോ എ. ഇത്രയും എലമെൻറ്റ്സ് ഒഴിച്ച്, ഇത്രയും എലമെൻറ്റ്സ് അല്ലാതെ ബാക്കി എന്തെല്ലാം ഈ യൂണിവേഴ്സൽ സെറ്റിലുണ്ടോ ആ എലമെൻറ്റ്സിനെ എല്ലാം സെറ്റിനകത്ത് എഴുതുന്നതിനെയാണ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. എന്താണ്? ഈ യൂണിവേഴ്സൽ സെറ്റിനകത്തുള്ള എലമെൻറ്റ്സ് എന്നാൽ അത് എക്കകത്ത് ഇല്ലാത്തതായിരിക്കണം. എയിലുള്ള എലമെൻറ്റ്സ് ഒഴിച്ച് ബാക്കി ഏതെല്ലാം എലമെൻറ്റ്സ് ആണോ യൂണിവേഴ്സൽ സെറ്റിലുള്ളത് അതിനെയെല്ലാം കോമയിട്ട് വേർതിരിച്ച് എഴുതുന്നതിനെയാണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഈ 1, 3, 5, 7, 9 ഒഴിച്ച് ബാക്കി ഏതൊക്കെയാണ് ഉള്ളത്? 2, 4, 6, 8, 10. ഇതായിരിക്കും എ കോംപ്ലിമെൻറ്റ്. 2, 4, 6, 8, 10 ഇതായിരിക്കും എ കോംപ്ലിമെൻറ്റ്. ക്ലിയർ ആയോ? എ എന്ന് പറഞ്ഞ സെറ്റിനകത്തുള്ള എലമെൻറ്റ്സ് ഒഴിച്ച് യുവിനകത്തുള്ള എലമെൻറ്റ്സിനെയാണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ ചിലപ്പോൾ ഏതിനോടെങ്കിലും സാദൃശ്യം തോന്നുന്നുണ്ടോ? ഡിഫറൻസ് ഓഫ് എ സെറ്റ് പഠിച്ചതായിട്ട് ഓർമ്മയുണ്ടോ? ഡിഫറൻസ് ഓഫ് എ സെറ്റ് എന്താണ്? ഡിഫറൻസ് ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഡിഫറൻസ് ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞാൽ യുവും എയും തമ്മിൽ നമുക്ക് ഡിഫറൻസ് കണ്ടുപിടിക്കണം. യു മൈനസ് എ കാണുമെന്ന് പറഞ്ഞാൽ എന്തുവാ? നമുക്കിവിടെ നിന്ന് യു മൈനസ് എ കണ്ടു നോക്കാം. യു മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്തുവാ? യുവിൽ നിന്ന് എ കുറയ്ക്കണം, അതായത് എക്കകത്തുള്ള എലമെൻറ്റ്സ് എല്ലാം കുറച്ച് കളയണം. അപ്പം 1 ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അപ്പോൾ അത് വരത്തില്ല. അപ്പോൾ 2, 3 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അത് വരത്തില്ല. പക്ഷേ 4 വരും, 5 വരത്തില്ല, 5 താഴെയുണ്ട്. 6 വരും, 7 ഇവിടെയുണ്ട്, ഇവിടെ ഉണ്ട്, അത് വരത്തില്ല. 8 വരും, 10 വരും. ഇതല്ലേ യു മൈനസ് എ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റ് യുവിൽ നിന്ന് കുറയ്ക്കുക. ആ യു മൈനസ് എ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്തോ കിട്ടി? 2, 4, 6, 8, 10. അത് തന്നെയല്ലേ എ കോംപ്ലിമെൻറ്റ്. അതായത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സ് കളയുക, അതാണ് എ കോംപ്ലിമെൻറ്റ്. അത് തന്നെയാണ് യു മൈനസ് എ. അപ്പോൾ നമുക്ക് യൂണിവേഴ്സൽ സെറ്റിനെ യു മൈനസ് എ എന്ന് എഴുതാം. അല്ല, യൂണിവേഴ്സൽ സെറ്റിനെ അല്ല, എ കോംപ്ലിമെൻറ്റിനെ നമുക്ക് യു മൈനസ് എ എന്ന് എഴുതാം. അതായത് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഡിഫറൻസുമായിട്ട് വളരെ സാദൃശ്യമുള്ളൊരു സംഭവം തന്നെയാണ്, ഒരു ഓപ്പറേഷൻ തന്നെയാണ്. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ എന്ന് പറഞ്ഞ സെറ്റ് കളയുന്നതിനെ എ കോംപ്ലിമെൻ്റ് എന്ന് പറയും. ഇപ്പോൾ ബി കോംപ്ലിമെൻ്റ് ആണെങ്കിൽ ബി എന്ന് പറഞ്ഞ സെറ്റിനകത്ത് ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ടോ അതെല്ലാം യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് കളയണം. അതിനെയാണ് ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അതാണ് യു മൈനസ് ബി. യു മൈനസ് ബി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ബിയിലെ എലമെൻറ്റ്സ് കളയുക എന്നുള്ളതല്ലേ, കുറച്ച് കളയുക എന്നുള്ളതല്ലേ, സബ്ട്രാക്റ്റ് ചെയ്യുമല്ലേ. അത് തന്നെയാണ് ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ക്ലിയർ ആവും. നോക്കിക്കേ, ലെറ്റ് ക്യാപിറ്റൽ യു ബി ദ യൂണിവേഴ്സൽ സെറ്റ് ആൻഡ് ക്യാപിറ്റൽ എ സബ്സെറ്റ് ഓഫ് യു. യു എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റും എ എന്ന് പറയുന്നത് യുവിൻ്റെ ഒരു സബ്സെറ്റുമാണ്. അതായിരിക്കുമല്ലോ എപ്പോഴും. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ എലമെൻറ്റ്സും ഉണ്ട്, അതിൻ്റെ ഒരു സബ്സെറ്റാണ് എ. ദെൻ ദ കോംപ്ലിമെൻറ്റ് ഓഫ് എ ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഓഫ് യു വിച്ച് ആർ നോട്ട് ദ എലമെൻറ്റ്സ് ഓഫ് എ. കോംപ്ലിമെൻറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഓഫ് യു ആണ്. യൂണിവേഴ്സൽ സെറ്റിലെ എലമെൻറ്റ്സ് ആണ്. അതിൻ്റെ പ്രത്യേകത എന്തുവാ? വിച്ച് ആർ നോട്ട് ദ എലമെൻറ്റ് ഓഫ് എ. എക്കകത്തെ എലമെൻറ്റ്സ് ആയിരിക്കരുത്. എക്കകത്തെ എലമെൻറ്റ്സ് അല്ലാതെ ബാലൻസ് ഉള്ള എലമെൻറ്റ്സ്, യൂണിവേഴ്സൽ സെറ്റിൽ ബാലൻസ് ഉള്ള എലമെൻറ്റ്സിനെയാണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. സിംബോളിക്കലി വി റൈറ്റ് എ. ഇവിടെ ഒരു ഇങ്ങനൊരു വരയിടും, അതിനെ കോംപ്ലിമെൻ്റ് എന്ന് വായിക്കും. എ കോംപ്ലിമെൻറ്റ് ടു ഡിനോട്ട് ദ കോംപ്ലിമെൻറ്റ് ഓഫ് എ. ഇത് വായിക്കുന്നത് എങ്ങനെ? എ കോംപ്ലിമെൻ്റ് എന്ന് വേണം വായിക്കാൻ. എ കോംപ്ലിമെൻറ്റ് വിത്ത് റെസ്പെക്റ്റ് യു. ഇതാണ് എ കോംപ്ലിമെൻറ്റ് വിത്ത് റെസ്പെക്റ്റ് യു. യൂണിവേഴ്സൽ സെറ്റിനെ അനുസരിച്ചുള്ള കോംപ്ലിമെൻ്റ് എടുക്കണം എയുടെ. നോക്കിക്കേ, നമുക്കിതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ്. കുറേ എക്സുകളുടെ കളക്ഷനാണ്. എങ്ങനെയുള്ള എക്സുകളാണ്? എക്സ് എലമെൻറ്റ് ഓഫ് യു യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടായിരിക്കണം, ആൻഡ് എക്സ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ. എക്കകത്തുണ്ടായിരിക്കരുത്. എന്താണ്? യൂണിവേഴ്സൽ സെറ്റിലുള്ളതും എക്കകത്ത് ഇല്ലാത്തതുമായിട്ടുള്ള എക്സുകളുടെ കളക്ഷനെയാണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്തുവാ? യു മൈനസ് എ. യു മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്തോ? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എക്കകത്തുള്ള എലമെൻറ്റ്സ് എല്ലാം കളയുക എന്നുള്ളതല്ലേ യു മൈനസ് എ എന്ന് പറഞ്ഞാൽ. അത് തന്നെയല്ലേ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് എ കോംപ്ലിമെൻറ്റിനെ എങ്ങനെ എഴുതാം? യു മൈനസ് എ, യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എ എന്ന് എഴുതാം. കോംപ്ലിമെൻറ്റിൻ്റെ ഡെഫിനിഷൻ എല്ലാവർക്കും ക്ലിയർ ആയോ?
ഈ ഒരു എ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത്രയും എലമെൻറ്റ്സ് ഒഴിച്ച് ഇത്രയും എലമെൻറ്റ്സ് കളഞ്ഞിട്ട് ബാക്കി ഏതെല്ലാം എലമെൻറ്റ്സ് ആണോ യൂണിവേഴ്സൽ സെറ്റിലുള്ളത് അതിനെയെല്ലാം എടുത്തെഴുതുക. അതിനെയാണ് നമ്മൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അതുതന്നെയാണ് U-A എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് ക്യാപിറ്റൽ U be the universal set of all the students of class +1 of a co-educational school and capital A be the set of all girls in class +1. ഇതൊന്നും വലിയ കാര്യങ്ങളൊന്നും നോക്കണ്ട. നമുക്ക് ആകെ അറിയേണ്ടത് എന്തോ U എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിലെ സ്റ്റുഡൻസ് ആണ്. പിന്നെ A എന്ന് പറഞ്ഞ സെറ്റ് എന്ന് പറഞ്ഞാൽ +1 ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആണ് U എന്ന് പറയുന്നത്. A എന്ന് പറഞ്ഞാൽ ആ +1 ക്ലാസ്സിലെ ഗേൾ സ്റ്റുഡൻസ് ആണ്. എങ്കിൽ A കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. U എന്ന് പറഞ്ഞാൽ എന്തുവാ +1 എല്ലാ സ്റ്റുഡൻസും ഉണ്ട്. A എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗേൾ സ്റ്റുഡൻറ്റ് മാത്രം. അപ്പോൾ ഇതിൽ നിന്ന് A സെറ്റ് കളയണം. അതായത് മൊത്തം പിള്ളേരിൽ നിന്ന് ഗേൾസിനെ എല്ലാം കളയണം. ബാക്കി എന്തുകൊണ്ട് ബോയ്സ് മാത്രമല്ലേ ഉള്ളൂ. സോ A കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ബോയ്സ് ഇൻ ദ സ്കൂൾ. ക്ലിയർ ആയല്ലോ. നോക്കിക്കേ അടുത്തൊരു എക്സാമ്പിൾ 22. ലെറ്റ് ക്യാപിറ്റൽ U is equal to 1 2 3 4 5 6. A is equal to set 2 3. B is equal to set 3 4 5. Find A complement, B complement, A complement, intersection B complement, A union B, and hence show that A union B the whole complement equal to A complement intersection B complement. ഇത് പ്രൂവ് ചെയ്യാൻ വേണം. നമുക്ക് നോക്കാം. യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്, A തന്നിട്ടുണ്ട്. A കോംപ്ലിമെൻ്റ് എന്തോ കിട്ടും? ഈ 2 3 എന്നുള്ള എലമെൻറ്റ്സ് ഒഴിച്ച് Aക്കകത്തുള്ള എലമെൻറ്റ്സ് ഇത്രയും കളഞ്ഞ ബാക്കി എന്തൊക്കെയുണ്ട്? 1 4 5 6 അതെഴുതി. ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പം ഈ 3 4 5 ഒഴിച്ചിട്ട് യുവിനകത്തുള്ള ബാക്കി എലമെൻറ്റ്സ് 3 4 5 കളഞ്ഞാൽ ബാക്കി ഏതൊക്കെയാണ്? 1 2 6. നോക്കിക്കേ. ഇനി എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് കാണാനാണ് പറഞ്ഞേക്കുന്നത്. രണ്ടിനകത്തും കോമൺ ആയിട്ടുള്ള പോയിന്റ് ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തോ രണ്ടിലും കോമൺ ആയിട്ട് വരണം. ഇതിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ് ഏതൊക്കെയാണ്? 1 ഉണ്ട് 6 ഉണ്ട് അതെഴുതി. ഇനി നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? എ യൂണിയൻ ബി കണ്ടുപിടിക്കണം. അതായത് എയും ബിയും ഒരുമിച്ച് എഴുതണം. 2 3 3 4 5 3 ഒരു തവണ എഴുതിയത്. അപ്പം 2 3 4 5 2 3 4 5 അതായിരിക്കും എ യൂണിയൻ ബി. ഇനി എന്ത് പറഞ്ഞേക്കുന്നത്? എന്തോ തെളിയിക്കേണ്ടത്? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിന് ഈക്വൽ ആണെന്ന്. നമ്മൾ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റോട് നോക്കാം. ഇതാണ് എ യൂണിയൻ ബി. എ യൂണിയൻ ബിക്കകത്ത് ഇല്ലാത്തതും യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതുമായിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറയുമ്പം 2 3 4 5. ഈ 2 3 4 5 ഒഴിച്ച് യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1 6. അപ്പം 1 6 ആയിരിക്കും എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഇക്വേഷൻ 1 നിന്നും 2 നമുക്ക് എന്തോ കിട്ടും? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് കിട്ടത്തില്ലേ? അപ്പോൾ നമ്മളത് പ്രൂവ് ചെയ്തു. ക്ലിയർ ആയോ എല്ലാവർക്കും? ഈ കോംപ്ലിമെൻറ്റിനെ എങ്ങനെ വെൻ ഡയഗ്രത്തിൻ്റെ രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കിക്കേ. ഇത് നമ്മുടെ ഫുൾ സെറ്റ്. അതാണ് യൂണിവേഴ്സൽ സെറ്റ്. ഇതാണ് യൂണിവേഴ്സൽ സെറ്റ് റെക്റ്റാങ്കിൾ. ഈ സർക്കിൾ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റാണ്. അപ്പോൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? യൂണിവേഴ്സൽ സെറ്റിനകത്ത് ഉണ്ടായിരിക്കണം, എന്നാൽ എ എന്ന് പറയുന്ന സെറ്റിനകത്ത് ഇല്ലാതിരിക്കണം. അതായത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഈ എ എന്ന് പറയുന്ന സെറ്റ് കളയണം. അതായത് ഇത്രയും പോർഷൻസ് ഒഴിച്ച് ബാക്കി ഈ റെക്റ്റാങ്കിളിനകത്തുള്ള എല്ലാ പോർഷൻസും വരുന്നതാണ് എ കോംപ്ലിമെൻറ്റ്. ഇത്രയും ഭാഗമാണ് എ കോംപ്ലിമെൻറ്റ്, ഷെയ്ഡ് ചെയ്യുന്ന പോർഷൻ. ഈ ഒരു ഭാഗം ഒഴിച്ച് ബാക്കി ഈ സെറ്റിനകത്തുള്ള എല്ലാ എലമെൻറ്റ്സുമാണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് കോംപ്ലിമെൻറ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മൾ യൂണിയൻ്റെ കുറേ പ്രോപ്പർട്ടീസ് പഠിച്ചു, ഇൻ്റർസെക്ഷൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു. അതുപോലെ കോംപ്ലിമെൻറ്റിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്നാമത്തെ പ്രോപ്പർട്ടിയുടെ പേരാണ് കോംപ്ലിമെൻ്റ് ലാ. എന്ന് പറഞ്ഞാൽ എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ്. എയും എ കോംപ്ലിമെൻറ്റും അത് രണ്ടും കൂടെ യൂണിയൻ എടുക്കുമ്പം യൂണിവേഴ്സൽ സെറ്റ് കിട്ടും. എക്കകത്തുള്ളതും എക്കകത്തില്ലാത്തതും എന്ന് പറഞ്ഞാൽ എന്തുവാ? ഫുൾ സെറ്റ് കിട്ടി. എയിലുള്ളതും എയിലില്ലാത്തതും കൂടെ ആകുമ്പോൾ മൊത്തത്തിലുള്ള സെറ്റ് ആവത്തില്ലേ? സോ എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ്. എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റോ? എക്കകത്തുള്ളതും എക്കകത്തില്ലാത്തതും. എയിലുള്ള എലമെൻറ്റ്സും എയിലില്ലാത്ത എലമെൻറ്റ്സിനും കോമൺ വല്ലതും കാണുമോ? ഇല്ലല്ലോ. സോ അത് നൾ സെറ്റ് ആയിരിക്കും. ഇനി ഡി മോർഗൻസ് ലാ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലോ ആണ് ഡി മോർഗൻസ് ലാ. പേരൊക്കെ ഓർത്തിരിക്കണം. ഡി മോർഗൻസ് ലാ എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. യൂണിയൻ കണ്ടുപിടിച്ചിട്ട് കോംപ്ലിമെൻറ്റ് എടുക്കുന്നതും ഓരോന്നിൻ്റെയും കോംപ്ലിമെൻറ്റ് എടുത്തിട്ട് ഇൻ്റർസെക്ഷൻ എടുക്കുന്നതും ഈക്വൽ ആയിരിക്കും. അതുപോലെ എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ഇൻ്റർസെക്ഷൻ എടുത്തിട്ട് കോംപ്ലിമെൻറ്റ് എടുക്കുന്നതും ഓരോന്നിൻ്റെയും കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ചിട്ട് യൂണിയൻ എടുക്കുന്നതും സെയിം ആയിരിക്കും. ലാ ഓഫ് ഡബിൾ കോംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് എ കിട്ടും. അതായത് എയിൽ ഇല്ലാത്തതിൻ്റെ കോംപ്ലിമെൻറ്റ്. എയിൽ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെൻറ്റ്.
എയിലില്ലാത്തതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? എയിലുള്ളത്. സോ എ കിട്ടും. മനസ്സിലായോ? അല്ലെങ്കിൽ ഈ കോംപ്ലിമെൻറ്റും ക്യാൻസലായി പോയെന്ന് വിചാരിച്ചാലും മതി. ചിന്തിക്കുമെന്ന് നോക്കിക്കേ. എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എയ്ക്കകത്തില്ലാത്തത്, അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എയിലില്ലാത്തതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എയിലുള്ളത്. സോ എ എന്ന് പറയുന്ന സെറ്റ്. ഇനി ലാ ഓഫ് എം ഡി സെറ്റും യൂണിവേഴ്സൽ സെറ്റും അതെന്ന് പറഞ്ഞാൽ എന്തുവാ? നൾ സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ്. നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ നൾ സെറ്റിൽ ഇല്ലാത്ത എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു എലമെൻറ്റും ഇല്ല, അതിലില്ലാത്ത എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മൊത്തം സെറ്റും. സോ യൂണിവേഴ്സൽ സെറ്റ്. യു കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ ഇല്ലാത്തത്. യൂണിവേഴ്സൽ സെറ്റ് ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ നൾ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ എലമെൻറ്റും ഉണ്ടല്ലോ, അതിലില്ലാത്തൊരു എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? നൾ സെറ്റ് കിട്ടും. സോ ഇത്രയാണ് കോംപ്ലിമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ്. ഇത്രയാണ് ഈ കോംപ്ലിമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയും കോംപ്ലിമെൻറ്റിൻ്റെ ഡെഫിനിഷനും എക്സാമ്പിളും എല്ലാം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്കിതിൻ്റെ ബാലൻസുമായിട്ട് അടുത്ത വീഡിയോസിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തുകൂടെ വീഡിയോ ഷെയർ ചെയ്യുക, നോട്ട് എഴുതിയെടുത്ത് തന്നെ പഠിക്കുക.